A.K.M. അഷ്റഫ് MLA ആണ് തൊട്ടു മുമ്പ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ അനുമാനം അത് വ്യക്തമാണ്. ആ ഭാഗത്ത് തന്നെ അവിടെ ലോറിയുണ്ട് എന്നുള്ള സൂചനയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്ന് വ്യക്തമാക്കുന്നു A.K.M. അഷ്റഫ് MLA. മഞ്ചേശ്വരം MLA ഈ ദിവസങ്ങളെല്ലാം രക്ഷാദൗത്യത്തിൽ പങ്കാളിയായിക്കൊണ്ട് ആ ഭാഗത്ത് തന്നെ അതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് നിലനിന്നിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് നമുക്ക് കടമെടുക്കാം. അർജുന്റെ ലോറിക്കരികിലേക്ക് രക്ഷാദൗത്യം എത്തി എന്നുള്ള വിവരമാണ് ലഭ്യമാവുന്നത്. ഞാൻ ബൈജുവിലേക്ക് ഒന്ന് പോകുന്നു. ബൈജു, ഈ പറയുന്ന പ്രദേശം അത് ഈ പുഴയോട് ചേർന്നുള്ള ഭാഗമാണോ? ഒരു സംശയം. ആദ്യ ദിവസത്തിൽ രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ആദ്യഘട്ടങ്ങളിൽ രഞ്ജിത്ത് ഇസ്രായേൽ അല്ല, മനാഫ് ലോറി ഉടമ ഈ ആദ്യ സമയങ്ങളിൽ കരയിൽ പാർക്ക് ചെയ്തു എന്ന് പറയപ്പെടുന്ന അവിടെ നിന്ന് ശേഖരിച്ച മണ്ണ് മുഴുവൻ, നീക്കിയ മണ്ണ് മുഴുവൻ കൊണ്ട് ഡംപ് ചെയ്ത ഇടം എന്ന് പറയുന്ന അവിടെയാണോ ഈ ലൊക്കേഷനായി കണക്കാക്കുന്നത്? തീർച്ചയായും ആ ഒരു ഭാഗം കൂടി ഇതിൽ ഉൾപ്പെടും. എന്തോ ഇതിൽ ഏറ്റവും പ്രധാനം ഈ കട എന്നുള്ളതാണ്. ആ കടയുള്ള സ്ഥലത്ത്, അതായത് ലക്ഷ്മണൻ എന്ന് പറയുന്ന നേരത്തെ മണ്ണിടിച്ചിൽ മരണപ്പെട്ട ആ കട ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതിന് തൊട്ട് മുൻപിലായിരിക്കും അങ്ങനെയെങ്കിൽ അർജുന്റെ വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടാകുക. അവിടെയായിരിക്കും അർജുൻ വിശ്രമിക്കുന്നുണ്ടാവുക. അങ്ങനെയെങ്കിൽ ആ വലിയ മണ്ണിടിച്ചിലിൽ അവിടെ നിന്നും ആ ലോറി ഇത്തരത്തിൽ ഈ കടയും തകർത്ത് ആ ഭാഗത്ത് പുഴയിലേക്ക് പതിച്ചു എന്ന് വേണം കരുതാൻ. അത് MLA വാക്കുകളിൽ കൃത്യമാണ്. നേരത്തെ തന്നെ രക്ഷാ ദൗത്യ സംഘം ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്താൻ ആണ് പറഞ്ഞതെങ്കിലും ഈ മലയുടെ ആ അടിവാരത്തിലായിരിക്കും ലോറി ഉണ്ടാവുക എന്ന നേരത്തെ തന്നെ ഈ രഞ്ജിത്ത് ഇസ്രായേൽ ഉൾപ്പെടെയുള്ളവരുടെ ഒരു അഭിപ്രായം കണക്കിലെടുത്താണ് ആദ്യം കരയിലെ പരിശോധന നടത്തിയത്. പക്ഷേ അവിടെ കണ്ടെത്താനായിട്ടില്ല. അത് അവിടെ ഇല്ല, ലോറി ഇല്ല എന്ന ഒരു സ്ഥിരീകരണവും സൈന്യം നൽകിയിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് ഇത്തരത്തിൽ ഈ പുഴയിലെ പല കേന്ദ്രങ്ങൾ, പല സ്ഥലങ്ങൾ, പലയിടങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ തിരച്ചിൽ നടത്തിയത്. ഏതായാലും ഏറ്റവും ഒടുവിലായി ഒരേ കേന്ദ്രത്തിൽ ലോറിയുടെ അരികിലേക്ക് എത്തുന്നു എന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നു. അതാണ് A.K.M. അഷ്റഫിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ വിവരം ആദ്യം A.K.M. അഷ്റഫ് ന്യൂസ് 18നോടാണ് പങ്കുവച്ചത്. അപ്പോൾ ആ സമയത്ത് തന്നെ അവരുടെ അർജുന്റെ ബന്ധുക്കളും A.K.M. അഷ്റഫിനൊപ്പം ഉണ്ടായിരുന്നു. അവരോടാണ് ആ വിവരങ്ങൾ പങ്കുവച്ചത്. ആ സമയത്തായിരുന്നു നമ്മളോടും അത്തരത്തിലുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. പക്ഷേ ഒരിക്കലും അത് A.K.M. അഷ്റഫ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. ഇത് സൈന്യമാണ് സ്ഥിരീകരിക്കേണ്ടത്. ആ സ്ഥിരീകരണത്തിന് അല്പസമയം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഒരു പക്ഷേ ഏതാനും മിനിറ്റുകൾ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കകം അതിന് ആ ദൃശ്യം ഉൾപ്പെടെ നമുക്ക് കാണിക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയുണ്ട്. എന്നാലും അതിനായി കാത്തിരിക്കാം. എൽദോ, KV ബൈജുവാണ് ശിരൂരിൽ നിന്ന്, ആ ദുരന്ത ഭൂമിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ മറ്റു ചില വിവരങ്ങളും വരുന്നത്, ആ ലോറിയുടെ തടി കെട്ടിക്കൊണ്ടുവന്ന കയറിന്റെ ഭാഗങ്ങളിലേക്കൊക്കെ രക്ഷാദൗത്യം എത്തി ആ പ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ള സൂചനകളൊക്കെ വരുന്നു. പക്ഷേ അതും ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതല്ല. പക്ഷേ എങ്കിൽ പോലും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. തടി കെട്ടിക്കൊണ്ടുവന്ന കയറിലേക്ക് രക്ഷാദൗത്യം, ബൂം എക്സ്കവേറ്റർ വഴിയുള്ള രക്ഷാദൗത്യം എത്തി എന്നുള്ള വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കപ്പെടുന്നു. അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്ന ആ ദൃശ്യത്തിന്റെ ഭാഗത്താണ്, അതായത് ആ എക്സ്കവേറ്ററുകൾ മണ്ണ് നീക്കം ചെയ്യുന്ന ആ ഭാഗത്ത്, അതിന് മണ്ണിനടിയിലാണ് ഈ ലോറി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് വിവരം. അതായത് ശാസ്ത്രീയമായി തന്നെ ആഴത്തിലുള്ള പരിശോധന, അതിനൊടുവിലാണ് ലോറിയിലേക്ക് എത്തി എന്നുള്ള വിവരം. അത് A.K.M. അഷ്റഫ് MLAയിലേക്ക് എത്തിയതും A.K.M. അഷ്റഫ് MLA നമ്മളോട് അത് പങ്കുവെക്കുകയും ചെയ്തത്. ശിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ തന്നെ, ഏറ്റവും അടുത്ത മണിക്കൂറിൽ തന്നെ നമുക്ക് ആ ലോറിയിലേക്ക്, അർജുന്റെ ആ ഭാരത് ബെൻസ് ലോറിയിലേക്ക് എത്താൻ കഴിയും എന്ന് നമ്മൾ പ്രതീക്ഷ വയ്ക്കുകയാണ്. അർജുനിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷ വയ്ക്കുകയാണ്. 9 ദിവസം, ഈ 9ാം നാളിൽ അർജുനെ നമ്മൾ വീണ്ടെടുക്കും എന്ന് പ്രതീക്ഷ വയ്ക്കുന്നു. അഷ്റഫ് MLA ആദ്യം ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞതല്ല, ന്യൂസ് 18നോട് എക്സ്ക്ലൂസീവായി അഷ്റഫ് MLA വ്യക്തമാക്കിയ ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി അവര് MLA നിലയ്ക്ക് എന്നോടോ മറ്റേ ഇവിടുത്തെ MLAയോടോ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇന്ന് അവര് ടെക്നിക്കലായി ഒരു കൃത്യമായ സ്പോട്ട് അവർക്ക് ലോറി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണോ നേരത്തെയുള്ള ആ ഒരു തട്ടുകടയുടെ പിറകിലുള്ള ആഴം അവർ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ലോറി അതുപോലെ സൂചന ഉണ്ടെന്നാണോ പറയുന്നത്? അവരങ്ങനെ പറയുന്നുണ്ട്. അവര് ഒറ്റ കേന്ദ്രം മാർക്ക് ചെയ്തിട്ടാണ് അവരിന്ന് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലുള്ള ഓൺലൈൻ മീറ്റിംഗിൽ ഞാൻ കേരളത്തെ പ്രതികരിച്ച് പങ്കെടുത്തിരുന്നു. അപ്പോഴും അവർ പറഞ്ഞു ഞങ്ങളൊരു ഐഡന്റിഫൈ, അതൊരു വെളിപ്പെടുത്തുന്നില്ല, അല്പസമയത്തിനൊക്കെ മറിയും. ഈ ലോറി ഇന്ന് നമുക്ക് അർജുൻ അല്ലെങ്കിൽ ആ ലോറി കണ്ടെത്താനാകുമെന്നാണ് 100%. ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ പറഞ്ഞ ഒരാളാണ്, പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ്. പക്ഷെ ഇന്ന് അങ്ങനെ അല്ല. ഇന്ന് കുറച്ചുകൂടി നമ്മുടെ തട്ടുകടയുടെ പിറകു വശത്തുള്ള പുഴയുടെ ആഴത്തിൽ
AK അഷ്റഫ് MLA ആണ് തൊട്ടു മുമ്പ് ന്യൂസ് 18നോട് ഈ വിവരം പങ്കുവച്ചത്. AK അഷ്റഫ് MLA വ്യക്തമാക്കിയത് അത് ആഴത്തിലുള്ള ശാസ്ത്രീയ പരിശോധനയിൽ ലോറിയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ള വിവരം സൂചനകൾ ലഭ്യമാകുന്നു എന്ന് AK അഷ്റഫ് MLA KV ബൈജുവിനോടും സുമേഷ് മൊറായോടും വ്യക്തമാക്കുന്നു. നമ്മുടെ ന്യൂസ് 18 സംഘം അവിടെ ദിവസങ്ങളായി തമ്പടിച്ച് തന്നെ ആ റിപ്പോർട്ടിംഗ് അതിന് വിവരങ്ങൾ കൃത്യമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ആ സാഹചര്യം അത് തുടരുകയും ചെയ്യുകയാണ്. അല്പസമയത്തിന് തന്നെ ഒരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് കരുതുന്നത്. ഇത് മാത്രമല്ല, ഈ കയറിന്റെ ചില